ാണ് എത്രയും പെട്ടെന്ന് തീർക്കാം. എല്ലാവരുടെയും കയ്യിൽ സർവേയുടെ അപേക്ഷാ ഫോറം ഉണ്ട്. അപേക്ഷാ ഫോറം എടുത്ത് എല്ലാവർക്കും നോക്കാം. സർവേ നടത്താൻ പോകുമ്പോൾ പിന്നെ ഒരു സംശയവുമായിട്ട് പിന്നെ എപ്പോഴും ഓഫീസിൽ വിളിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും സംശയം മാറൂല. അതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വായിച്ച് നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ അടുത്ത് പറയാവുന്നതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ അപേക്ഷാ ഫോറം കിട്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ക്ലസ്റ്റർ ഈ പദ്ധതിയിൽ സെലക്ഷൻ ആകാത്ത ആൾക്കാരാണ്. ഇപ്പോൾ അവർ ഈ ഫോം കൊണ്ടുപോയി അവിടെ സർവേ നടത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള അപേക്ഷാ ഫോറവും അപ്രൂവൽ ലെറ്ററും നമ്മുടെ ഓഫീസിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഞാൻ ആ ഒരു പ്ലാസ്റ്റിക് കിറ്റൊക്കെ കണ്ടു. അപേക്ഷ ഫോറം നിങ്ങൾക്ക് ആവശ്യമുള്ള 300 200 നിങ്ങൾ എത്രയാണോ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്, ആ പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 100ൻ്റെ 50ൻ്റെ മൾട്ടിപ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു 10-30,000 ഫോം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ള സർവേക്കുള്ളത്. ഈ അപ്രൂവൽ ലെറ്റർ കിട്ടാത്ത ക്ലസ്റ്ററുകൾ സർവേ എടുത്ത് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ ഈ അപേക്ഷ ഫോം തന്നെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉടനെ ഞങ്ങൾ അവിടെ പോയി സർവേ നടത്തേണ്ട ഒരു കാര്യവുമില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ സർവേ ഫോം തന്നത് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് അപേക്ഷാ ഫോറത്തിലോട്ട് പോകാം. ഇതിനകത്ത് കർഷകൻ്റെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ് അപേക്ഷകർ. നിങ്ങളുടെ ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ക്ലസ്റ്റർ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്, ആ ക്ലസ്റ്ററിന് ഒരു മീറ്റിംഗ് നടത്തേണ്ടത്. ആ മീറ്റിംഗ് എല്ലായിടത്തും പെൻഡിങ് ആണ്. ഈ 145 എടുത്തും ഇനി മീറ്റിംഗ് നടത്തേണ്ടതാണ്. ആ മീറ്റിങ്ങിലാണ് നിങ്ങൾ ഫോർമലായിട്ട് കൺവീനേഴ്സും ലീഡേഴ്സുമായിട്ട് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ കൺവീനേഴ്സും ലീഡേഴ്സും ആയാൽ മാത്രമേ ഇതിൻ്റെ സെക്കൻഡ് പേജ്, 3ാമത്തെ പേജ് പറയുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഒപ്പിടാൻ പറ്റും. കൺവീനർ ഒപ്പിടാനും ആ CFCയുടെ സീല് വെക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഇത് വരേണ്ടത് ഫോട്ടോ ഒട്ടിക്കുക. പിന്നെ കഴിഞ്ഞ നാളികേര കർഷക ക്ലസ്റ്ററിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അപേക്ഷയുടെ പ്രപ്പോസൽ തന്ന സമയത്ത് ചിലയിടങ്ങളിലൊക്കെ സഹൃദയ കോക്കനട്ട് പ്രൊഡ്യൂസർ സൊസൈറ്റി, ചിലയിടത്ത് തേജസ്വിനി, അങ്ങനെ ഓരോ പേരുകളുണ്ട്, നന്മ, ഇങ്ങനെയുള്ള ആ ക്ലസ്റ്ററിന് നിങ്ങൾ അപേക്ഷയിൽ ഏതാണോ തന്നിരുന്നത് ആ ക്ലസ്റ്ററിൻ്റെ പേര് എവിടെ എഴുതുക. പിന്നെ ജില്ല, താലൂക്ക്, ബ്ലോക്ക്, പഞ്ചായത്ത്, കൃഷിഭവൻ, ഇതെല്ലാം ഒട്ടും സംശയമുള്ള കാര്യങ്ങളല്ല. അപേക്ഷേൻ്റെ പേര് ഇനിഷ്യലിന് ശേഷമുള്ളത് രേഖപ്പെടുത്തുക. രക്ഷകർത്താവിൻ്റെ പേര് അച്ഛൻ്റെ ആകാം, അമ്മയുടെ ആകാം, ഇപ്പം വൈഫിൻ്റെ ആകാം, ഹസ്ബൻഡിൻ്റെ ആകാം. അതെങ്ങനെയാണെന്ന് ഏത് രീതിയിലാണ് ആപ്ലിക്കേഷനിൽ ആവശ്യമായിട്ടുള്ളത് അതേ കണക്ക് ഫില്ല് ചെയ്യുക. പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അപേക്ഷകൻ്റെ പിൻകോഡ് സഹിതമുള്ള മേൽവിലാസം, ഇത് ഫുൾ അഡ്രസ്സ് കൃത്യമായി അവിടെ രേഖപ്പെടുത്തുക, പിൻകോഡ് സഹിതം. പേര്, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, അത് ഏതാണ് നമ്മൾ ഈ അപേക്ഷയോടൊപ്പം വെക്കുന്ന ഐഡൻറ്റിറ്റി രേഖ. എല്ലാവർക്കും ആധാർ കാർഡുണ്ട്. ആധാർ കാർഡിൻ്റെ കോപ്പി വെക്കുക. വേറെ ഏതെങ്കിലും രേഖ, അത് നമ്മൾ സർക്കാർ ആപ്ലിക്കേഷനിൽ ചോദിക്കുന്ന കണക്കാണ്. ആധാർ രേഖ വേണം, നിർബന്ധമാണ്. ഏതെങ്കിലും 1-2 കർഷകർക്ക് വേണ്ടി ഇനി 10 വട്ടം ഞങ്ങൾക്ക് വേറെ രേഖയില്ല, ആധാർ ഇല്ലാത്തതൊന്നും, ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ചില ആൾക്കാർക്ക് ഇനി ലൈസൻസ് ആകാം, പാസ്പോർട്ട് ആകാം. അതാണെങ്കിൽ അതിൻ്റെ നമ്പർ സൂചിപ്പിക്കുക, അതിൻ്റെ കോപ്പി ഒന്ന് വയ്ക്കുക. ഇത് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആധാറിൻ്റെ കോപ്പി കൂടെ വെക്കേണ്ടത് നിർബന്ധമാണ്. അപേക്ഷൻ്റെ ഫോട്ടോ, ബാക്കിയെല്ലാം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൊബൈൽ നമ്പർ, ആധാർ കാർഡ് നമ്പർ രേഖപ്പെടുത്തണം. പിന്നെ മൊബൈൽ നമ്പർ. അപേക്ഷന് SC ST OBC ആണെങ്കിൽ അത് രേഖപ്പെടുത്തുക. ജനറൽ ആണെങ്കിൽ ജനറൽ, അപേക്ഷ ഭിന്നശേഷിയാണെങ്കിൽ അത് രേഖപ്പെടുത്തുക. പ്രധാന തൊഴിൽ, പ്രൊഫഷണൽ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇതൊക്കെ എല്ലാ അപേക്ഷ ഫോറം പൂരിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃഷിഭൂമിയുടെ ആകെ വിസ്തീർണം, ഇവിടെയൊക്കെ വരുമ്പോഴാണ് തെറ്റ് വരുന്നത്. കൃഷിഭൂമിയുടെ ആകെ വിസ്തീർണം നടപ്പ് വർഷത്തെ നികുതി രസീതിൻ്റെ പകർപ്പ് ഇതോടൊപ്പം സമർപ്പിക്കണം. അതായത് പലപ്പോഴും നമ്മൾ ഫുൾ വിസ്തീർണം എത്രയാണോ നമ്മുടെ പദ്ധതി പ്രദേശത്തുള്ളത് ആ നമ്മുടെ കരമടച്ച രസീതിലുള്ള ഭൂമിയുടെ 6ലായിരിക്കും മിക്കയിടത്തും ഉള്ളത്. അതിനെ 2.47 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അന്നേരം സെൻറ്റ് ആകും. നിങ്ങൾക്കിനി ഒരു ഇതും മനസ്സിലായില്ല, ഹെക്ടറിലോട്ട് മാറ്റണമെന്നില്ല. നമ്മൾ എല്ലായിടങ്ങളിലും ഹെക്ടറൊക്കെയാണ് പറയുന്നത്. ഹെക്ടർ എന്ന് വെച്ചാൽ 2.5 ഏക്കറാണ് ഒരു ഹെക്ടർ. നിങ്ങൾ സെൻറ്റ് രീതിയിൽ എഴുതിയാലും മതി. കാര്യം വ്യക്തമായി എഴുതുക. എപ്പോഴും ഒരാൾ ഹെക്ടർ, ഒരാൾ ഏക്കർ അങ്ങനെ രീതിയിൽ പോകാതെ വ്യക്തമായി എഴുതുക. കൃഷിഭൂമിയുടെ ജിയോ കോർഡിനേറ്റ് രേഖപ്പെടുത്തുക. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല. അതായത് എല്ലാ കർഷകരുടെയും കൃഷിഭൂമി എടുത്ത് പോയി ഫോട്ടോ എടുത്ത് നിങ്ങൾ വേറൊരു സോഫ്റ്റ്വെയർ വരുവാണെങ്കിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കോളമാണ്. നിങ്ങളെ CFCയുടെ ജിയോ കോർഡിനേറ്റ്സ് ഞങ്ങളുടെ ഓഫീസേഴ്സ് വരുന്ന സമയത്ത് അടയാളപ്പെടുത്തുന്നതായിരിക്കും. ഇത് നിർബന്ധമായി ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പുറകെ നിർദ്ദേശം വരും. അപേക്ഷൻ്റെ ഉടമസ്ഥയെ തെങ്ങ് കൃഷി ചെയ്യുന്ന മൊത്തം വിസ്തൃതി, അതായത് നേരത്തെ കരമടച്ച രസീതിൽ ചിലപ്പോൾ 2 ഏക്കറോ 3 ഏക്കറോ ഒരേ സർവേ നമ്പറിലാകാം. പക്ഷേ തെങ്ങ് കൃഷിയുള്ള സ്ഥലം ചിലപ്പോൾ 1 ഏക്കറാകാം. അപ്പം മേളിൽ 3 ഏക്കറായി എഴുതിയേക്കുന്നതെങ്കിൽ താഴെ തെങ്ങ് കൃഷിയുള്ള ഭൂമി എത്ര ആണെന്ന് എഴുതണം. ഈ ഒരു ഭൂമിയുടെ ബേസിലായിരിക്കും പിന്നെ കാൽക്കുലേഷൻ വരുന്നത്. നിങ്ങൾ പിന്നെ തെങ്ങിൻ്റെ എണ്ണം എഴുതുന്നുണ്ട്, കായ്ക്കാത്ത തെങ്ങുകളുടെ എണ്ണം എഴുതുന്നുണ്ട്. ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങളുടെ ഏരിയയും
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഇതാക്കി കഴിഞ്ഞ് ഇതൊരു നമ്മൾ അപ്രൂവൽ ഇനി ഇതിൻ്റെ കട്ടത ഞാൻ രാവിലെ പറഞ്ഞു 10% ആയിട്ടുള്ളൂ. നിങ്ങൾ ഈ സർവേ ഒക്കെ നടത്തി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് പറയുകയാണ് എൻ്റെ അപേക്ഷ ഞങ്ങളത് തെറ്റാണ്, ഞങ്ങളൊരു കരമടച്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാകരുത്. പിന്നെ നമ്മളൊരെണ്ണം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഈ തെറ്റില്ലാതെ രേഖപ്പെടുത്തേണ്ട പ്രധാന കാരണമാണ് കൃഷിഭൂമി എത്ര ഉണ്ട്, അതിൽ തെങ്ങ് കൃഷി എത്ര ഉണ്ട്, അതിൽ എത്ര തെങ്ങുകളുണ്ട് കായ്ക്കുന്നത്, എത്ര കായ്ക്കാത്ത തെങ്ങുകളുണ്ട്. ഇത് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നേ ഉള്ളൂ, വലിയ സംഭവമല്ല. പക്ഷെ തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻപുട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്തായിരിക്കും ഒരു കർഷകൻ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. എനിക്ക് 1 ഏക്കർ ഭൂമിയുണ്ട്, കൺവീനർ എൻ്റെ വിരോധിയാണ്, അയാളത് 50 സെൻറ്റ് മനഃപൂർവ്വം എഴുതി, അയാൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ലെറ്റേഴ്സ് ധാരാളം നമുക്ക് വരും. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പ്രതീക്ഷിച്ച് തന്നെ വേണം ഫോം ഫില്ല് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ആ ഏരിയയും തെങ്ങിൻ്റെ എണ്ണവും കായ്ക്കുന്ന തെങ്ങുകളുടെ എണ്ണവും കായ്ക്കാത്ത തെങ്ങുകളുടെ എണ്ണവും കൃത്യമായി രേഖപ്പെടുത്തുക. സർവേ നമ്പറും വില്ലേജിൻ്റെ പേരുകളും ഉണ്ട്. പിക്സ് പദ്ധതി കീഴിൽ തിരഞ്ഞെടുത്ത പ്രദേശത്തിൻ്റെ വിസ്തൃതി അത് നമ്മൾ കർഷകൻ്റെ തന്നെ ഇതാണ്. ഒരാൾക്ക് 2 ഹെക്ടർ വരെ നമുക്കിപ്പോൾ എലിജിബിലിറ്റി നമുക്ക് ഗൈഡ് ലൈൻസിലുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഘട്ടങ്ങളിൽ നമുക്ക് ആ ഡേറ്റ എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ 2 ഹെക്ടറുള്ള കൂടുതൽ പേരുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാൻ ചിലപ്പോൾ 1 ഹെക്ടറായിട്ട് ലിമിറ്റ് ചെയ്യാം. മുന്നുള്ള കാലങ്ങളിലൊക്കെ നമ്മൾ 1 ഹെക്ടറെ കൊടുക്കാറുള്ളായിരുന്നു. ഇപ്പം 2 ഹെക്ടർ ഭൂപ്രദേശം കേരളത്തിലുള്ളത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചിലപ്പം മലയോര കർഷകർ കുറച്ച് ആൾക്കാർക്ക് കാണും. അത് ഞങ്ങൾ ഫുൾ ഡേറ്റ എടുത്തിട്ട് ഞങ്ങൾക്ക് ആ ഒരു ലിമിറ്റ് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്താലും 2 ഹെക്ടർ തന്നെ ആയിരിക്കും ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ 1 ഹെക്ടറിലോട്ട് പിന്നെ ചുരുക്കുന്നതായിരിക്കും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉടമയായിരിക്കണം. പങ്കാളിത്തം, കൂട്ടുടമസ്ഥ, പാട്ടക്കരാർ ഒന്നും ഇത് നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതികളിലെല്ലാം ഉടമസ്ഥനായിരിക്കണം പദ്ധതിയിൽ അപേക്ഷിക്കുന്നത്. നമ്മളെ നഴ്സറി സ്കീമിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അത് ലീസ് പാട്ടക്കരാറുള്ളവർക്കും നമുക്ക് നഴ്സറി സ്കീം തുടങ്ങാം. 5 വർഷത്തെ രജിസ്റ്റേർഡ് ലീസ് സമർപ്പിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഈ പദ്ധതിക്കൊന്നും നമ്മൾ ലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പരിഗണിക്കുന്നതല്ല. അപ്പം ഉടമസ്ഥൻ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു കാര്യം വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തെ കേര കൃഷിയുടെ വിശദാംശങ്ങൾ, സങ്കര ഇനം, നെടിയ ഇനം, കുറിയ ഇനം, ഇത് നമ്മൾ നമുക്ക് ഇനി ഒരു സ്റ്റഡിയൊക്കെ നടത്തണമെങ്കിൽ നിങ്ങളവിടെ വേറെ ഏതെങ്കിലും ഇനം ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി മാത്രമാണത്. മിക്കയിടങ്ങളിലും നെടിയ ഇനം ആയിരിക്കും, കുറിയ ഇനങ്ങൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അത് ഇനം തിരിച്ചറിയുന്ന ഉടനെ അങ്ങനെ ഒരു സംശയം വരരുത്. സങ്കര ഇനങ്ങളൊക്കെ ഉള്ള തോട്ടങ്ങൾ വളരെ കുറവായിരിക്കും. അതെന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരിചയം ഏതെങ്കിലും ശാസ്ത്രീയ രീതികൾ ചെയ്യുന്ന ഏതെങ്കിലും കർഷകൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അടയാളപ്പെടുത്തുക. ആകെ തിരഞ്ഞെടുത്തവ എത്ര ഉണ്ട്, തെങ്ങ് കൃഷിയുടെ പ്രദേശത്ത് കായ്ഫലമുള്ളത്, തൈത്തെങ്ങുകൾ മൊത്തം തിരഞ്ഞെടുത്തവ. ഈ തിരഞ്ഞെടുത്തവ നിങ്ങൾ ഇനി എഴുതണമെന്നില്ല, അത് ഓട്ടോമാറ്റിക്കായി എടുത്തോളൂ. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്യൂമറേഷൻ നടത്തുന്ന സമയത്ത് കൃത്യമായ എണ്ണം രേഖപ്പെടുത്തുക. ഇപ്പോൾ 1 ഏക്കർ 100 എടുത്താലും 1 ഏക്കർ 100ൻ്റെ ഒന്നും കണക്ക് നമുക്ക് തരാൻ പറ്റത്തില്ല. 60-65 പറ്റത്തുള്ളൂ. അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. 1 ഏക്കർ 30 എണ്ണം ഉണ്ടെങ്കിൽ 30 എണ്ണം മാത്രം എഴുതുക. നമ്മൾ സർവേ സമയത്ത്, ഇൻസ്പെക്ഷൻ സമയത്ത് ആ കർഷകൻ്റെ അവിടെ പോയി നോക്കുന്ന സമയത്ത് 1 ഏക്കറിൽ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളവിടെ തെറ്റുകൾ വളരെ കുറച്ച്, അതായത് തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അത് നിങ്ങളുടെ പദ്ധതി ഇംപ്ലിമെൻറ്റേഷനെ ശരിക്ക് ബാധിക്കുന്നതാണ്, പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് സർവേ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായി ഉള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. തെങ്ങുകൾക്ക് ജലസേന സൗകര്യമുണ്ടോ, ജലസേന രീതി, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ, തടം, മറ്റുള്ള എല്ലാവരും ഇറിഗേഷൻ എന്തെങ്കിലും ജലസേന മാർഗമുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. തെങ്ങിൽ നിന്ന് ഇടവിളകളിൽ നിന്നുമുള്ള വരുമാനവും അതിൻ്റെ പരിപാലന ചെലവും. നിങ്ങൾക്ക് തെങ്ങ് കൃഷിയിൽ എത്ര രൂപ ചിലവാകുന്നുണ്ട്, ഇടവിളകളുണ്ടെങ്കിൽ എത്ര ചിലവാകുന്നുണ്ട്, അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ട്. ഇനി അടുത്ത 20ാമത്തെ ഒരു കാര്യമാണ് അംഗത്വമുള്ള നാളികേര ഉൽപ്പാദക കർഷക കൂട്ടായ്മയുടെ പേര്. ഇപ്പം ഇവിടെ നമ്മൾ ഈ ഒരു പദ്ധതിയിൽ കൂട്ടായ്മകളാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ പദ്ധതിക്ക് വേണ്ടി പുതുതായി രൂപീകരിച്ച കൂട്ടായ്മകളോ മുൻപുണ്ടായിരുന്ന കൂട്ടായ്മകൾ, CPS, CPF, ഇങ്ങനെയാണ് നമ്മൾ അപേക്ഷ വിളിച്ചത്. കൂടുതൽ ആൾക്കാർ ഏതെങ്കിലും CPS ഓ CPF-ഉമായിട്ടൊക്കെ ചേർന്നിട്ടുള്ള ആൾക്കാരാകാം, അംഗത്വമുള്ളവരാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഫെഡറേഷൻ്റെയോ CPS-ൻ്റെയോ പേര് രേഖപ്പെടുത്തുക. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും, ഞങ്ങൾക്ക് CPS-ലും അംഗങ്ങളാണ്, CPF-ലും അംഗങ്ങളാണ്, CPC-ലും അംഗങ്ങളാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണത്തിൻ്റെ പേര് എഴുതി വയ്ക്കാം. എങ്കിലും നിങ്ങളെ അപേക്ഷ കൊടുക്കുന്നത് ഒരു ക്ലസ്റ്ററിൻ്റെ പേരിലായത് കാരണം മിക്കപ്പോഴും നാളികേര ഉൽപ്പാദക സംഘമുണ്ട് എങ്കിൽ ആ സംഘത്തിൻ്റെ പേര് എഴുതുക. അതിൻ്റെ ആക്റ്റീവ് രജിസ്ട്രേഷൻ നമ്പറൊക്കെ എഴുതാൻ ഇനി ഉണ്ട്. അപേക്ഷകൻ്റെ തെങ്ങിൻതോട്ടം നിലവിൽ സ്വീകരിച്ചു പോകുന്ന പരിപാലന മുറകൾ, എന്തൊക്കെ പരിപാലന മുറകൾ നിങ്ങൾ സ്വീകരിച്ചു പോകുന്നു? നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയത്തില്ല. നിങ്ങളുടെയൊക്കെ അവിടെ ഒരു എന്യൂമറേഷൻ നമ്മുടെ ഗ്രേഡിങ്ങിന് വന്നപ്പം നിങ്ങളെല്ലാ സൊസൈറ്റികൾക്കും നമ്മൾ ആ 3 മാർക്ക് ഇട്ടിട്ടുണ്ട്. ഗ്രേഡിങ്ങിൽ ശാസ്ത്രീയ പരിപാലന മുറകൾ പിന്തുടരുന്നതിന് 3 മാർക്ക് ഉണ്ടായിരുന്നു. ഇത് നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ പോലും അത് ഗ്രേഡിങ്ങിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു പോകുന്നതാണ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. ഈ തടം തുറക്കൽ, ജൈവവള പ്രയോഗം, അതെല്ലാം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് മാത്രം ടിക്ക് ചെയ്യുക. ഇതൊന്നും അപേക്ഷകനെ സെലക്ഷനിലോ ഇതിനെ തള്ളുന്നതിനുമായിട്ടൊന്നും ബാധകമല്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നുള്ളതാണ്
അപേക്ഷകൻ ഒപ്പിട്ട് തരുന്ന കാര്യങ്ങൾ, അതായത് ഈ പദ്ധതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു രേഖ തന്നിട്ടുണ്ട്, 5 വർഷമായി നിങ്ങളവിടെ LODP പദ്ധതിയോ R&R പദ്ധതിയിലോ ഞങ്ങൾക്ക് ഒരു കർഷകനും ധനസഹായം ലഭിച്ചിട്ടില്ല എന്നൊരു കത്ത് കൃഷിഭവനിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതി നിങ്ങൾ എടുക്കുമല്ലോ. 5 വർഷം മുമ്പ് പദ്ധതി നടപ്പാക്കിയ സ്ഥലങ്ങൾ ഇതിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ കിട്ടാത്തവരാണെങ്കിൽ അടുത്ത വർഷം കൃഷി ഓഫീസർ തരുമല്ലോ. അപ്പം നമ്മൾ 5 വർഷത്തെ ഒരു നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് അതെല്ലാം വീണ്ടും അപേക്ഷകൻ എഴുതുന്നുണ്ട്. ഇത്ര സ്ഥലം ചെയ്യുന്നുണ്ട്. സ്ഥലം, തീയതി, അപേക്ഷകൻ്റെ ഒപ്പ് കൃത്യമായി അയാൾ തന്നെ ഒപ്പിടാൻ അയാളെടുത്ത് പ്രേരിപ്പിക്കുക. മിക്കയിടങ്ങളിൽ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, അവിടെ ഒരു ലീഡർ ഇരുന്നങ്ങ് ഒപ്പിട്ട് കഴിഞ്ഞ് അപേക്ഷ സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും വെരിഫിക്കേഷന് പോകുമ്പോൾ അപേക്ഷകൻ പറയുന്നത് അയാൾ ഇത് കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയും. അപ്പം അപേക്ഷകനെ കൊണ്ട് തന്നെ ഒപ്പിടിക്കുക. അപേക്ഷകൻ്റെ സത്യവാങ്മൂലമാണത്. അയാൾ 5 വർഷമായി അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഞങ്ങളുടെ പദ്ധതിയിൽ ഇത്തരം ശാസ്ത്രീയ കൃഷിമുറകൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് തരികയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഏതൊക്കെയാണ് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ വെക്കേണ്ടത്? സാക്ഷ്യപ്പെടുത്തിയെന്ന് വെച്ചാൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയാണ്, അതിന് അറ്റസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട. ആധാർ കാർഡ്, ഭൂനികുതി രസീത്, ബാക്കിയൊക്കെ പട്ടികജാതി പട്ടികവർഗ കർഷകൻ്റെ. നമുക്ക് യഥാർത്ഥത്തിൽ ജനറലായിട്ടൊരു കർഷകൻ്റെ ഫോട്ടോ, ഭൂനികുതി രസീത്, ആധാർ കാർഡ്, ഇത് 3ആണ് വേണ്ടത്. ഫോട്ടോ പതിപ്പിക്കുക, ആധാർ കാർഡിൻ്റെ കോപ്പി വയ്ക്കുക, ടാക്സ് അടച്ച രസീത് കോപ്പി വയ്ക്കുക. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വെക്കേണ്ടതില്ല. പിന്നാണ് ഇതിനകത്ത് വരുന്നത് നിങ്ങൾ കേര കർഷക ക്ലസ്റ്ററിൻ്റെ ഏജൻസിയുടെ സാക്ഷ്യപത്രം. ഇത് ചിലയിടങ്ങളിൽ ഒരു സംശയം വരും. ചില ക്ലസ്റ്ററുകൾക്ക് ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി ഇല്ല. അതായത് ചിലപ്പോൾ നിലമ്പൂരുള്ള CPSകൾക്കൊക്കെ കേര കർഷക സംഘങ്ങൾക്ക് അവരുടെ ഉൽപ്പാദക കമ്പനിയാണ് ഫെസിലിറ്റേറ്റർ. അതുകൊണ്ടാണ് മിക്ക ഉൽപ്പാദക സംഘങ്ങൾ നിലമ്പൂർ കമ്പനിയുടെയും ഐക്കോക്ക് നമ്മളെ ഇരിട്ടി കമ്പനിയുടെയും പിന്നെ കായംകുളത്തുള്ള ഓണാട്ടുകര ആ കമ്പനികളുടെ പേരിൽ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായി വന്ന CPSകൾക്ക് കുറച്ച് കൂടുതൽ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർ ഉപോൽപ്പന്നങ്ങൾ നിങ്ങൾ കമ്പനി നിർമ്മിക്കുന്നതാണ്, അവർക്ക് കുറച്ച് ഗ്രേഡിങ് കൂടുതൽ കിട്ടും. അത് ഈ വർഷത്തെ ഗ്രേഡിങ് അങ്ങനെയാണ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി കമ്പനികളായി ഉണ്ടെങ്കിൽ ആ കമ്പനികളുടെ ആൾക്കാർക്ക് ഒപ്പും സീലും വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മളെ ഏത് ക്ലസ്റ്ററാണോ അപേക്ഷ തന്നത്, അത് നാളികേര ഉൽപ്പാദക ക്ലസ്റ്ററുകൾ അപേക്ഷ തന്നിട്ടുള്ളതിൻ്റെ കൺവീനർ ഒപ്പിട്ട് എവിടെ മൊബൈൽ നമ്പറും എഴുതണം, എവിടെ ഗ്രൂപ്പ് ലീഡേഴ്സും ഒപ്പിട്ട് ഇവിടെ എഴുതണം. അതായത് CFCയുടെ ആൾ ഒപ്പിടുന്നത് ശ്രീമതി ഇവിടെ അപേക്ഷ ഞാൻ പരിശോധിച്ചു, അവർ നൽകിയ വിവരങ്ങൾ എൻ്റെ അറിവിലും വിശ്വാസത്തിലും സത്യമാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ അപേക്ഷകന് ഡാഷ് വില്ലേജിൽ ഇന്ന ഹെക്ടർ സ്ഥിതി ഇത്ര എണ്ണം കായ്ഫലമുള്ള തെങ്ങുകളിൽ നിന്ന് ഇത്ര ഹെക്ടർ കേര കൃഷി പ്രദേശമുള്ളതിൽ എത്ര എണ്ണം തെങ്ങുകൾ പിക്സ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് ചിലപ്പോൾ അയാൾ കൂടുതൽ എണ്ണമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെട്ടിക്കുറയ്ക്കാം. നിങ്ങൾ നടത്തിയ പരിശോധനയിൽ തെറ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ കണ്ടത് അതവിടെ എഴുതി സർട്ടിഫൈ ചെയ്യുക. പിന്നെ മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ സത്യമാണെന്ന് അത് ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി ഉള്ള സ്ഥലങ്ങളിൽ ഒന്നും കൂടെ കമ്പനിയോ ഫെഡറേഷനോ സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ക്ലസ്റ്റർ കേര കർഷക കൂട്ടായ്മകൾ കമ്പനികളുടെ മാധ്യസ്ഥമില്ലാതെ ഫെഡറേഷൻ്റെ മാധ്യസ്ഥമില്ലാതെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കിട്ടിയിരിക്കുകയാണ് എങ്കിൽ അവർക്ക് ഈ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയുടെ ഒപ്പൊന്നും വാങ്ങേണ്ട കാര്യമില്ല. അവർക്ക് CFC തന്നെയാണല്ല. മറ്റുള്ള നിലമ്പൂർ ഐക്കോക്ക്, ഇരിട്ടി കമ്പനി, തേജസ്വിനി കമ്പനി, അങ്ങനെ കുറച്ച് കമ്പനികളുണ്ട്. നമുക്ക് മലമ്പുഴ എന്നുള്ള കമ്പനിയുണ്ട്. ഇങ്ങനെ ഫെഡറേഷൻ തന്നെ നീരടൊക്കെ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അവർ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയാണ്. ചിലയിടങ്ങളിൽ കൃഷിഭവൻ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയാണ്. അതിൻ്റെ കാര്യം കൂടെ ഞാൻ ഒന്ന് പറയുന്നുണ്ട്. ഈ അപേക്ഷയുടെ ഒരു ലാസ്റ്റ് പറഞ്ഞിട്ട് നാളികേര വികസന ബോർഡിൻ്റെ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ഫില്ല് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സമയം തരാം. ഇതിൻ്റെ അപേക്ഷയുടെ പിന്നെ ആർക്കും കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലയിടങ്ങളിൽ കൃഷി ഓഫീസുകളാണ് ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി. കൃഷി ഓഫീസുകൾ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി ആക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കൃഷിഭവനെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. നിങ്ങളുമായിട്ട് കൃഷിഭവനിലെ ആൾക്കാരൊക്കെ സഹകരിച്ചു, സന്തോഷം. അവർ യഥാർത്ഥത്തിൽ ഒപ്പിട്ട് തന്നു. എല്ലാവർക്കും 5 വർഷത്തെ അവർ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷ സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, കൃഷിഭവൻ വഴി നിങ്ങളുടെ ഒഴിവാക്കപ്പെട്ട ക്ലസ്റ്ററുകളുടെ അപേക്ഷ വന്നിരുന്നു എങ്കിൽ, കൃഷിഭവന് ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായി വന്നിരുന്നു എങ്കിൽ മിക്ക ആൾക്കാർക്കും അവർക്ക് കിട്ടിയാണ്. അതായത് കൃഷി ഓഫീസ് വഴി ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായി വന്ന അപേക്ഷകൾക്ക് 10 പോയിന്റ് നമ്മൾ അധികം കൊടുത്തിരുന്നു. പക്ഷേ വളരെ കുറച്ച് അപേക്ഷകൾ കണ്ട് മീനാക്ഷിപുരത്ത് നിന്ന് പാലക്കാട്ട് നിന്നെങ്ങാണ്ട് മാത്രമാണ് കുറച്ച് അപേക്ഷകൾ കൃഷി ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നത്. വേറെ എങ്ങൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല.
ചിലയിടത്ത് ഞാൻ കൃഷി ഓഫീസിനെ ഞാൻ കുറ്റം പറയുകയല്ല, ചിലയിടത്തൊക്കെ ചെന്നപ്പോൾ ഇത് ചെയ്യുന്നതിനോട് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഞങ്ങളിത് പറഞ്ഞു. അവർക്ക് എല്ലാ സ്കീമും ചെയ്യുമ്പം പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരുമൊക്കെ പറഞ്ഞ് കേര വികസന സമിതിയുണ്ട്, അല്ലെങ്കിൽ വാർഡ് വികസന സമിതിയുണ്ട്, പഞ്ചായത്തിൻ്റെ അതൊക്കെ ചെയ്ത് ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ മാത്രമേ ചെയ്യാൻ പറ്റൂ, കുറച്ച് നിഷ്കർഷിക്കുന്ന കാര്യങ്ങളുണ്ടായത് കാരണമാകാം. മിക്കയിടങ്ങളിലും കൃഷിഭവൻകാർ അപേക്ഷ തരാത്തതിൻ്റെ കാരണം നിങ്ങൾ അടുത്തുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃഷി ഓഫീസുകളെ കൂടി ഈ പദ്ധതിയിൽ ഭാഗമാക്കുക എന്നുള്ളതാണ്. അവർ നമ്മളെല്ലാ മീറ്റിങ്ങുകളിലും അവർ നിർബന്ധമായും വിളിക്കുക. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ പദ്ധതികൾ നമുക്ക് നേരിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ കൃഷി ഓഫീസിൻ്റെ ശക്തമായ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം എത്ര ഗ്രേഡ് അവർക്ക് നമ്മൾ വെക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൃഷിഭവൻ വഴി വരുന്ന, അതായത് ജസ്റ്റ് ഒപ്പിട്ട് തരുമല്ല, 5 വർഷത്തെ സർട്ടിഫിക്കറ്റ് തരുമല്ല, ഇങ്ങനെ ഒരു ക്ലസ്റ്റർ തിരഞ്ഞെടുത്തു എന്നും ഈ ക്ലസ്റ്ററിൻ്റെ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി ആകാൻ കൃഷി ഓഫീസിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന അപേക്ഷകളെയാണ് നമ്മളങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി എന്ന് വലിയ പണികളൊന്നും അവർ ചെയ്യേണ്ടെങ്കിലും ഒരു മുൻകൈ എടുക്കേണ്ടി വരും കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി. ഈ ഒരു പണി എടുക്കാൻ വേണ്ടിയാണ് കൃഷി ഓഫീസ് ഉള്ളത്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ട് നമ്മളവിടുത്തെ ഒരു വാഗ്വാദത്തിലോട്ട് ഞാൻ പോകുന്നില്ല. മിക്ക ആൾക്കാരും അതിനെപ്പറ്റി കുറ്റം പറയുമായിരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ വാഗ്വാദത്തിന് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കൃഷി ഓഫീസുകളുടെ നിർബന്ധപൂർവ്വം ആക്കാൻ പറ്റും നിങ്ങൾക്ക്. എല്ലാ കൃഷി ഓഫീസർമാരൊന്നും സഹകരിക്കില്ലെന്നൊന്നും ഒരിക്കലും പറയരുത്, അവർ സഹകരിക്കും. അങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പോയിന്റ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സർവേയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഇതുമായിട്ട് അപേക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിക്കുക. നിങ്ങൾക്ക് അപേക്ഷ ഫോറം കിട്ടിയില്ലെങ്കിൽ വാങ്ങിച്ചിട്ട് പോകേണ്ട കാര്യം ഉത്തരവാദിത്തം നിങ്ങൾ കൺവീനറോ ലീഡേഴ്സോ ആരെങ്കിലും പോയി വാങ്ങിച്ചാൽ മതി, എല്ലാവരും പോകേണ്ട കാര്യമില്ല. ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. മൈക്കിൾ എങ്ങാനുണ്ടോ? ജസ്റ്റ് മൈക്കിൾ പറയാം. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ഒരു സ്ഥലത്ത് 30 തെങ്ങുണ്ട്. എനിക്ക് അതിൻ്റെ വളം കിട്ടിയിരുന്നു. ഇപ്പം എനിക്ക് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പരിധിയിൽ വന്നിട്ട് ഒരു 50 തെങ്ങുണ്ട്. അപ്പോൾ ഒരു ക്ലസ്റ്ററിൽ എനിക്ക് ഇതിൻ്റെ വളവും കാര്യങ്ങളെല്ലാം കിട്ടുമോ എന്നാണ് ചോദ്യം. ആ ക്ലസ്റ്ററിൽ നിങ്ങൾ അംഗമാണോ? അംഗമാണ്. ആ ക്ലസ്റ്ററിന് കിട്ടിയിട്ടുണ്ടോ ഈ ഒരു പദ്ധതി? കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടും കൂടി, എൻ്റെ ചോദ്യം, രണ്ടും കൂടി ഒന്നിച്ച് എനിക്ക് കിട്ടുമോ എന്നുള്ള ആ ക്ലസ്റ്റർ. അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ക്ലസ്റ്റർ പ്രദേശത്തെന്നാണ് ഞങ്ങൾ പറയുന്നത്. ക്ലസ്റ്റർ പ്രദേശത്തുള്ള ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ അർഹനാണ്. നിങ്ങളല്ലാതെ ക്ലസ്റ്റർ പ്രദേശം, ഇപ്പം നമ്മളൊരു 4 അതിരുകളുള്ള ഒരു ഏരിയ എടുത്തു, അവിടെ ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് അതിനകത്ത് സഹായം കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ അവിടുത്തുള്ള ഭൂമിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടുത്തുള്ള ഭൂമിയിലെ തെങ്ങ് കൃഷിക്ക് നിങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അർഹനല്ല. അതായത് നിങ്ങൾ ക്ലസ്റ്ററിൻ്റെ പുറത്തുള്ളതിനാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. സാറേ, ഇതിൻ്റെ ബോർഡർ ലൈൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? അത് ഈ കിട്ടിയിരിക്കുന്ന ക്ലസ്റ്ററുകൾക്കെല്ലാം നമ്മൾ അപ്രൂവ് ചെയ്ത് ഒരു സ്കെച്ച് അവർ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഈ ലെറ്ററിൻ്റെ കൂടെ സത്യവാങ്മൂലം കൂടെ തരുന്നുണ്ട്. ആ സത്യവാങ്മൂലം അവർ ഒപ്പിട്ട് തരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ സ്കെച്ചും വെക്കണം. ചിലപ്പോൾ സർവേ ചെയ്ത് വരുന്ന വഴിക്ക് എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പെർമിറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ എന്തെങ്കിലും മൈനറായിട്ട് അങ്ങനെ അത് സ്കെച്ച് നിങ്ങൾ ഒന്നും കൂടെ സത്യവാങ്മൂലത്തിനൂടെ തരേണ്ടതായിട്ടുണ്ട്. ഈ പദ്ധതിക്ക് വേണ്ടി ആരും സ്കെച്ചുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഇത് ആദ്യമേ ഉള്ളതാണ്. അതായത് സ്വാഭാവിക അതിരുകളോട് കൂടിയുള്ള പ്രദേശങ്ങളെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഒന്നി ഒരു റോഡോ ഒരു തോടോ എന്തെങ്കിലും നമ്മൾ നാച്ചുറലായിട്ടുള്ള ബൗണ്ടറി എടുത്താണ് ക്ലസ്റ്റർ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇന്ന ആളുടെ ഭൂമി പ്രദേശം എൻ്റെ അംഗമാണ്, ഇന്ന രാഷ്ട്രീയക്കാരൻ എൻ്റെതാളാണ്, അയാളോട് ഉൾപ്പെടുത്താൻ വേണ്ടി അവിടം വരെ ക്ലസ്റ്റർ നീട്ടി വലിച്ചു അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്ലസ്റ്റർ അല്ലത്. നമ്മൾ അതിനകത്തെ ക്ലസ്റ്റർ പ്രദേശം എന്ന് പറയുന്നത് സ്വാഭാവിക അതിരുകളോട് കൂടിയുള്ളതിനാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ, ഇപ്പം ഇതിൽ കായ്ക്കാത്ത തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകൾക്ക് 2ആക്കി തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അത് യഥാർത്ഥത്തിൽ സർവേയുടെ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ പദ്ധതിയിൽ കായ്ഫലമുള്ള തെങ്ങുകൾക്കാണ് ധനസഹായം കൊടുക്കുന്നത്. ഈ ഇൻപുട്സൊക്കെ നമ്മൾ കൊടുക്കുന്നത് കായ്ഫലമുള്ള തെങ്ങുകളെ അടിസ്ഥാനമാക്കിയാണ്. കായ്ഫലമില്ലാത്ത തെങ്ങുകൾക്കുള്ള സഹായം നിങ്ങൾ സ്വന്തമായി തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നത് അത് എടുത്തിട്ടും നമുക്കറിയാം. പക്ഷെ നമുക്കുള്ള സർവേയിൽ നമ്മുടെ സ്കീമിൽ ഈൽഡിങ് ആയിട്ടുള്ള തെങ്ങുകളെ മാത്രമേ ഈ പദ്ധതി കായ്ഫലമുള്ള ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദനവും കൂട്ടാൻ വേണ്ടിയാണ്. തൈകൾക്ക് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയാണ് അത് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ആരോഗ്യകരമായി കൊണ്ടുപോകേണ്ടത്. ഈ പദ്ധതി 2 വർഷം കഴിയുമ്പോൾ അതിന് അസസ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കായ്ഫലമുള്ള തെങ്ങുകളിലാണ് നമ്മൾ ഈ പദ്ധതി ചെയ്യുന്നത്. ഓക്കെ സാർ, 2 സംശയമാണുള്ളത്. ഒന്ന്, നമ്മുടെ കുമരകം പഞ്ചായത്തിൽ ഒരു 5 ക്ലസ്റ്ററുകളുണ്ട്. അതിൽ ഒരാളുടെ ഭൂമി ഒന്നെന്ന് പറയുന്ന നമ്പറിൽ കിടക്കുന്ന ഒരാളുടെ ഭൂമി 4ാമത്തെ ക്ലസ്റ്ററിലുണ്ട്. അപ്പോൾ അത് എവിടെയാണ് പെടുത്തേണ്ടത്?
ഒന്നിൽപ്പെടുത്തണോ? ഒന്നിലുള്ള ആൾക്കാരുടെ ഭൂമി അല്ല, ഒന്നിലും പെടാത്ത ഭൂമിയുണ്ട്. ആ, അപ്പൊ ആ രണ്ടിടത്ത് ഞാനിത് പറയാം, ഇതൊന്നുകൂടെ ഞാൻ പറയാം. ഒരാൾക്കിപ്പം ഒരു 2-3 വാർഡുകളിൽ ഭൂമിയുണ്ട്. ആ 3 വാർഡുകളിലെ ഭൂമിയും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അംഗങ്ങളാണല്ലോ എല്ലായിടത്തും. പക്ഷേ അത് അങ്ങനെയുള്ള വളരെ ചെറിയ കേസസേ വരൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും. അതായത് 1 ഹെക്ടർ അതാത് ക്ലസ്റ്ററുകളിൽ ആഡ് ചെയ്യുക. നിങ്ങൾ അവിടുത്തെ ഉള്ള 3-ാം വാർഡിലുള്ള ആൾക്കാരുടെ ഈ ക്ലസ്റ്റർ എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ സ്കെച്ചിനകത്തുള്ള പദ്ധതി പ്രദേശത്തുള്ള ഇതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇപ്പം നമ്മുടെ ക്ലസ്റ്റർ ഏരിയയിലുള്ള ഒരു 100 കർഷകരുണ്ട്. അതിലൊരു 5 കർഷകർ ഇതിൻ്റെ അകത്ത് ചേരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അത് ഞാൻ പറയാം. ഇത് നമ്മളൊരു മീറ്റിംഗ് നടത്തുന്ന കാര്യത്തെപ്പറ്റി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിൽ ഈ ഒരു പ്രശ്നം വരാനുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ജൈവ കൃഷി ചെയ്യുന്ന മാത്രം ആൾക്കാരുണ്ട്, രാസവളത്തോട് വിമുഖതയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പം നിങ്ങൾ ആ കർഷകരെ ഒഴിവാക്കുകയാണ് എങ്കിൽ നമ്മുടെ ആദ്യത്തെ ആ ഒരു മീറ്റിംഗ് നടത്തുമ്പം ആ മിനിറ്റ്സ് ബുക്കിൽ ആ ആൾക്കാരുടെ പേര് രേഖപ്പെടുത്തുക. അതായത് ഇപ്പം നിങ്ങൾ ഇന്ന പദ്ധതി ഇന്ന വാർഡിൽ അവിടെ കഷ്ടപ്രദേശത്ത് ഇന്ന ഭൂപ്രദേശത്തുള്ള ഇത്ര പേര്, അവരുടെ ഒരു 5 ഈ ഒരു പ്രദേശത്തും സഹായം കിട്ടുമ്പോൾ നിരസിക്കാനുള്ള ആൾക്കാർ കാണില്ല. അബദ്ധവശാൽ 1, 2, 3 അല്ലെങ്കിൽ 5 പേരോ ഉണ്ട് എങ്കിൽ അവരുടെ പേര് ആ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക. അവരെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ ക്ലസ്റ്റർ പ്രദേശം എന്ന് വെച്ചാൽ ഭാവിയിൽ ഈ സഹായമൊക്കെ കിട്ടി വരുമ്പോൾ, ഇപ്പം നമ്മളിത് കിട്ടുമ്പോൾ ആൾക്കാർ അയാൾ അപേക്ഷ തന്നേക്കുന്നത് വെറുതെ കിട്ടാനൊന്നും പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ പേര് എന്തുകൊണ്ട് എഴുതിയില്ല എന്നൊരു ചോദ്യം വരും. അതിനെ തടസ്സം അള്ളു വയ്ക്കുന്ന അവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ആ കർഷകരുടെ പേര് ഒരു മിനിറ്റ്സ് ബുക്ക് അവിടെ സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മിനിറ്റ്സ് ബുക്കിൽ അവരുടെ പേര്, പദ്ധതിയിൽ അംഗമല്ലാത്ത കർഷകരുടെ പേരുകൾ കഷ്ടപ്രദേശത്തുണ്ട് എങ്കിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുക. സാറേ, ഒരു സംശയം. നമ്മൾ ഈ അപേക്ഷ ഫോറം പൂരിപ്പിക്കേണ്ടത് നാളികേര കർഷകരല്ലേ, നമ്മുടെ കസ്റ്റമറല്ലല്ലോ? നാളികേര കർഷകരല്ലേ പൂരിപ്പിക്കേണ്ടത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞ എന്തുവാ? അല്ല, ഞാൻ താമസിച്ച് വന്നോണ്ട് ചോദിച്ചു. ഓക്കെ കർഷകർ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. കർഷകർ തന്നെ. നമ്മൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടി കൊടുക്കുമ്പോഴേ ഈ കൃഷിഭൂമിയുടെ ജിയോ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജിയോ കോർഡിനേറ്റ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ട. രണ്ടാമത് സാറേ സംശയം, എല്ലാവർക്കും ദൂരഭാഗങ്ങളിൽ നിന്നൊക്കെ വരികയാണ്. സംശയത്തിന് വേണ്ടി സംശയം ചോദിക്കലെന്റെ സുഹൃത്തെ, നമുക്കത് മാനേജ് ചെയ്യാം. നിങ്ങൾ സാറേ ഒരു സംശയം, എനിക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 2 ഏക്കർ തെങ്ങുള്ളൂ, ബാക്കി 3 ഏക്കർ വയലും മറ്റു കൃഷികളുമാണ്. അപ്പൊ 2 ഏക്കർ മാത്രം രേഖപ്പെടുത്തി. നിങ്ങളുടെ മൊത്തവും ഭൂമി കരമടച്ച രസീതിൽ 5 ഏക്കർ ഉണ്ടെങ്കിൽ 5 ഏക്കർ രേഖപ്പെടുത്തുക. തെങ്ങ് കൃഷി ഉള്ള ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ 2 ഏക്കർ രേഖപ്പെടുത്തുക. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സംശയം ചോദിച്ചത് ഒരു കുറ്റമല്ല, പറഞ്ഞോളൂ. സാറേ, എനിക്കൊരു സംശയം. ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വളം സബ്സിഡി അനുവദിക്കുകയുണ്ടായി. അപ്പൊ ഈ വർഷം വീണ്ടും ഈ ഫോറം പൂരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളവിടെ പ്രദർശനത്തോട്ടത്തിൻ്റെ LODP പദ്ധതിയിൽ 2ാം വർഷമുള്ള ക്ലസ്റ്റേഴ്സിനെയും നമ്മൾ ഈ മീറ്റിങ്ങിൽ വിളിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ പിക്സ് പദ്ധതിയുടെ ഭാഗമായല്ല. നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഈ പദ്ധതി വീണ്ടും വന്നപ്പോൾ സഹകരിച്ച കർഷകർ. അപ്പം നിങ്ങളെ ഞങ്ങൾ വിളിച്ചു, നിങ്ങൾ വന്നു, സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഈ പദ്ധതിയെപ്പറ്റി കൂടുതൽ നിങ്ങളെ കർഷകരെ എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു പദ്ധതി നിങ്ങൾ ഇനി പൂരിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഈ പദ്ധതി അർഹരല്ലല്ലോ. നിങ്ങൾക്കാണ് ഈ 17,500 രൂപ പ്രതി ഹെക്ടറിൽ കിട്ടുന്ന ഒരു പദ്ധതി ആൾറെഡി അപ്രൂവ് ആയിട്ടുണ്ട്. 2ാം വർഷം അവർക്ക് സഹായം കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഇനി ഒരു 5 വർഷം കഴിഞ്ഞൊക്കെ ഒരു പദ്ധതി വരാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ ക്ലസ്റ്ററും നിങ്ങളെ CPS-ഉമായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. സാർ, ഒരു സംശയം. നിലവിലെ വ്യക്തികളല്ലാതെ ഇപ്പോൾ അവരൊരു അമ്പലമോ പള്ളിയോ ഉണ്ടെങ്കിൽ അവരെ തെങ്ങ് ഇതിനകത്ത് ഉൾപ്പെടുത്താമോ? ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭൂമി ഉൾപ്പെടുത്താം, ഒരു കുഴപ്പവുമില്ല. അവരുടെയൊക്കെ ആധാർ കാർഡ് കാണൂല. പക്ഷെ ഇതിനകത്ത് നമ്മൾ പൈസയായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭൂമിയിലുള്ള തെങ്ങുകൾ ഈ ശാസ്ത്രീയ പരിചരണങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്കത് ഉൾപ്പെടുത്താം. സാറേ, വേറൊന്ന്, ഇപ്പം 3ാമത്തെ പേജിനുള്ളിൽ CFC ഗ്രൂപ്പ് ലീഡറിന്റെ പേരും മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം CPS പ്രസിഡന്റുമാരാണ്. ഞാൻ പറഞ്ഞല്ലോ, CFC എന്ന് പറയുന്നത് നമ്മൾ ഉൽപാദക ക്ലസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ CPS ആകുമ്പോൾ നിങ്ങൾക്ക് അംഗങ്ങളുള്ള ആൾക്കാർ മാത്രമേ CPS എന്ന് വരൂ. ഇപ്പം നമ്മൾ പദ്ധതി പുനരാവിഷ്കരിച്ചപ്പോൾ എല്ലാ അംഗങ്ങളെയും നിങ്ങൾ കൂടെ കൊണ്ടുപോകാനുള്ളൊരു മീഡിയമാണ്. നിങ്ങളവിടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. മാറി നിൽക്കുന്ന കുറച്ച് കർഷകരുണ്ട്, ഞങ്ങൾ ഒന്നിലും ചേരൂല. ചില ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം വിട്ടുപോയ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോഴേ ഈ പദ്ധതിയിലെ ഉൽപാദക ക്ലസ്റ്ററായി നിങ്ങൾ മാറത്തുള്ളൂ. നിങ്ങൾ CPS-കൾ തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ പേരും രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ ചെയ്താൽ മതി. അത് നിങ്ങൾ ഒരു കുഴപ്പവുമില്ല. പക്ഷേ CFC എന്ന് ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ CPS-കളാകാം. ഈ പദ്ധതിക്ക് വേണ്ടി രൂപീകരിക്കുന്ന ചിലപ്പോൾ 2 CPS-കൾ ചേർന്നിട്ടുള്ള CFC ആകാം. ചിലപ്പോൾ ഫെഡറേഷൻ്റെ താഴെയുള്ള ഏതെങ്കിലും പുതിയ സ്കെച്ചിട്ട് രൂപീകരിക്കുന്ന ഒരു CFC ആകാം.
മനസ്സിലാവുന്നുണ്ട്, വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതിനകത്തൊരു സംശയം തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾ സ്കെച്ച് വരച്ച് തന്ന പദ്ധതി പ്രദേശത്തിനകത്തുള്ള ഭൂപ്രദേശത്തെയാണ് ഈ CFC എന്ന് പറയുന്നത്. ചിലപ്പോൾ CPSകൾ അതിൻ്റെ മുൻകൈ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി മീറ്റിംഗ് കൂടി കൺവീനേഴ്സും ലീഡേഴ്സിനെ അവിടെ സെലക്ട് ചെയ്യുന്നു, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല. 24-25 വർഷത്തിൽ LODP പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ ഒഴിവായിപ്പോയി. അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ടും അപേക്ഷ തരാൻ മടിച്ചതുകൊണ്ടുമാണ്. അവർക്ക് നമുക്ക് ഇനിയും ഉൾപ്പെട്ടില്ല. ഇല്ല, ഒരു കാരണവശാലും ചെയ്യാൻ പറ്റത്തില്ല. സാറേ, ഒരു സംശയം. LODP പദ്ധതി പ്രകാരം നമുക്ക് ആനുകൂല്യം 5 വർഷത്തേക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു CPSന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കോപ്പി എല്ലാ അപേക്ഷൻ്റെ ഒപ്പം വെക്കണോ? നമ്മൾ എല്ലാ അപേക്ഷകരെന്നല്ല, അതല്ല ഞാൻ പറയാം. നിങ്ങൾ ക്ലസ്റ്റർ നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ നിങ്ങൾ ക്ലസ്റ്ററിൻ്റെ പ്രപ്പോസൽ തന്നപ്പം അതിനകത്ത് കൃഷി ഓഫീസർ സർട്ടിഫൈ ചെയ്ത് തന്ന ഒരു രേഖയുണ്ട്. നിങ്ങളുടെ ക്ലസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷകർക്ക് യാതൊരു സഹായവും 5 വർഷമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അത് മാത്രം മതി. ഇനി നിങ്ങൾ പുതിയ രേഖകളൊന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല. സാറേ, നമ്മുടെ ഈ ക്ലസ്റ്ററിൽ വീണ്ടും കുറേ ആപ്ലിക്കൻസുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് മുന്നോട്ട്. അപ്പോൾ അവർക്ക് കൂടിയിട്ട് അപേക്ഷാ ഫോം ഇവിടുന്ന് എക്സ്ട്രാ എടുത്താൽ കൊണ്ടുപോകാം. നിങ്ങൾ പദ്ധതി പ്രദേശത്ത് നിങ്ങൾ തന്നിരിക്കുന്ന സ്കെച്ചിലാണ് ആ കർഷകർ ഉൾപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് അവർ അംഗങ്ങളായി ചേർക്കാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിൽ തികയാതെ വന്നു കഴിഞ്ഞാൽ അത് കോപ്പി എടുത്ത് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ ഇതിനു വേണ്ടി LODP അല്ല, ഇത് പുതിയ പദ്ധതി, പിക്സ് പദ്ധതിയാണ്. പുതിയ പദ്ധതിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഇന്നത്തെ മീറ്റിങ്ങിൽ വിളിക്കപ്പെട്ടിട്ടുള്ള CFCകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിപ്പം ചില ആൾക്കാർ മാറി നിന്നുണ്ട്. നിങ്ങൾ അപേക്ഷ തന്നപ്പോൾ നിങ്ങൾ 80 കർഷകരെന്ന് പറഞ്ഞ് തന്നു. നിങ്ങൾ സർവേ എടുത്ത് വന്നപ്പോൾ 91 ഈ 11 കർഷകരെ നിങ്ങൾക്ക് ചേർക്കാം, അതൊരു പ്രശ്നമില്ല. നിങ്ങൾ ആ കവറിംഗ് ലെറ്ററിൽ എഴുതി വെക്കുക, സർവേ എടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ഇത്രയും കർഷകരോട് വരുന്നു. അപ്പം ഞങ്ങൾ തന്നേക്കുന്ന ഫോം 80 ഉള്ളൂ, നിങ്ങൾക്ക് 11 എണ്ണം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കാം. അല്ല, നമ്മൾ ആദ്യമേ 90 തന്നിരിക്കുന്ന എണ്ണത്തേക്കഴിഞ്ഞും കൂടിയാൽ കുഴപ്പമില്ല. വലിയ രീതിയിൽ നിങ്ങൾക്ക് സ്കെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളൊരു ഏരിയ അതിൽ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ അപ്രൂവൽ ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഏരിയയിലാണ് പദ്ധതി കിട്ടിയിരിക്കുന്നത് ഒരു താൽക്കാലിക അപ്രൂവലിനകത്തുണ്ട്, എത്ര ഹെക്ടറാന്ന്. അതനുസരിച്ചായിരിക്കും നിങ്ങളെ സർവേ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും വന്നാൽ നിങ്ങളെ കസ്റ്റനെ തള്ളാനൊന്നും പോകുന്നില്ല. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് കണക്ക് അതിനുള്ള രീതികൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ പദ്ധതി ചെന്നിട്ട് ഞങ്ങൾ ഇനി അടുത്ത വാർഡുകൂടെ കയറ്റിയ ഞങ്ങൾ ക്ലസ്റ്റർ ഉണ്ടാക്കുന്നത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ തന്നിരിക്കുന്ന സ്കെച്ച് പ്രകാരമുള്ളത് വെച്ച് മുന്നോട്ട് പോവുക. സാറ് ഒരൊറ്റ ചോദ്യം. നിലമ്പൂര് അൺസർവേ റീസർവേ 2 ഐറ്റം നികുതി ചെയ്യണ്ടേ, അത് രണ്ടും ഇയാൾ കൂടുതൽ അറിയാണോ? ഞാൻ അൺസർവേ റീസർവേ ഒന്നൊന്ന് പറ, അത് പറഞ്ഞോളൂ. അൺസർവേ റീസർവേ 2 തരം ഭൂമിയുണ്ട് നിലമ്പൂര്. അപ്പൊ ഈ റീസർവേക്കാണ് പ്രാധാന്യമുള്ളത്. അൺസർവേക്ക് എനിക്കത് മനസ്സിലൊന്നും നോക്കേണ്ടി വരും. അത് അതല്ല, നിങ്ങൾ ഈ ക്ലസ്റ്റർ പ്രദേശം ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയിൽ നിങ്ങൾക്ക് സർക്കാർ, ഞാൻ പറയാം, കരമടച്ച രസീതുകൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾ സർക്കാർ സമ്മതിക്കുന്ന രേഖകളാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ആ രേഖകൾ വെക്കുക. ഒരു സംശയം, നിലവിൽ 1 വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് വളം കിട്ടും. ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് പാണഞ്ചേരി, തൃശ്ശൂർ ജില്ല. ഞങ്ങൾക്ക് മെക്കനൈസ്ഡ് ചെയ്യാൻ വേണ്ടി മെഷീൻ ഉപകരണങ്ങൾ കിട്ടാൻ സബ്സിഡിയോ കാര്യങ്ങളോ എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. ഉണ്ട്. അത് SMAM, അത് മിനിസ്ട്രി വഴി വേറെ ഒരു നമ്മൾ അതിനുള്ള കൺവെർജൻസ് ചെയ്ത് തരാം. ആ സ്കീം നിങ്ങൾക്ക് എത്ര മെഷീനറിയാണോ വേണ്ടത് അത് നമ്മൾ വേറെ ഒരു മിനിസ്ട്രി വഴി നമുക്ക് ഒരു സ്കീം കൺവെർജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗൈഡ് ലൈൻസിലുണ്ടത്. നമ്മുടെ ഈ ഒരു പദ്ധതി പ്രകാരം വേറെ നമ്മൾ ഈ ജലസേചനത്തിൻ്റെ പ്രൊഡ്യൂസർ കമ്പനിയാണ്, FPOസിനുണ്ട്. അത് നമ്മൾ തരാം. അതിനുള്ള പരിപാടി നമ്മൾ ചെയ്തു തരാം. ആരെങ്കിലും ഒരാൾ സംസാരിക്കുക. സാറേ, ഒരു സംശയം. നമ്മുടെ ക്ലസ്റ്ററിന്റെ പരിധിക്കുള്ളിൽ ട്രസ്റ്റുകൾ അല്ലെങ്കിൽ പള്ളികളോ മഠങ്ങളോ മറ്റുള്ള പള്ളികളോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ എടുക്കാം. ആവർത്തിച്ച് ചോദിക്കരുത്. എല്ലാവരും ഓണകാലമായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കില്ല, കുറ്റമല്ല. അവരെ ഉൾപ്പെടുത്താം. അപ്പൊ അതിന് ആപ്ലിക്കേഷൻ പേര്, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് വെക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് വെക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡായിട്ടുള്ള ആൾ ഒപ്പിടുക. ഇതൊക്കെ 1-2 സ്ഥാപനങ്ങളൊക്കെ കാണും. ഓരോ വർഷങ്ങളിൽ അത് മാറും. അന്നേരം അത് മാറേണ്ടി വരുമോ? പേരുകൾ മാറും. ട്രസ്റ്റ് സെയിം തന്നെയാണല്ലോ. നമ്മൾ പൈസ ഒന്നും കൊടുക്കുന്നില്ല. അവർ ശാസ്ത്രീയ മാർഗം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. പള്ളിക്ക് ഭൂമിയുണ്ട്, ശ്മശാനമാണ്, അവിടെ തെങ്ങ് കൃഷിയുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. ഇപ്പം പള്ളി ഭൂമിയിൽ ശ്മശാനത്ത് അവിടെ ആരും തടം തുറക്കാനൊന്നും പോകുന്നില്ല. നമ്മളൊരു വിവേചന ബുദ്ധി ഉപയോഗിക്കുക. കൃത്യമായി ഭൂമി അത് അവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയല്ല, അത് കർഷകന്റെ കാറ്റഗറി വരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പം
കൂടുതൽ വലിയ വലിയ സ്ഥാപനങ്ങൾ, കർഷകനൊന്നും അല്ല, അവർ കൃത്യമായി അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഓരോ കർഷകനെ ചേർക്കാൻ നോക്കുക. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വളരെ ചുരുക്കം ആൾക്കാരെ വരത്തുള്ളൂ. സാർ, ഈ നശിച്ചുപോയ തെങ്ങുകൾക്ക് പകരം തെങ്ങും തൈകൾ നടുകയോ അതിന് തെങ്ങ് നശിച്ചുപോയ തെങ്ങിന് പൈസയായിട്ട് എന്തെങ്കിലും അനുവദിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്, പുനരുജ്ജീവന പദ്ധതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് കൃഷിഭവൻ വഴിയാണ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ബോർഡ് നേരിട്ട് ചെയ്യാൻ ബോർഡിന് അതിനുള്ള താല്പര്യമുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഗൈഡ് ലൈൻസ് ഒക്കെ ആകുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പദ്ധതിയുടെ വിജയം പോലെ ഇരിക്കും അത് പുനരുജ്ജീവന പദ്ധതി. ഈ ചോദിച്ചതിനുള്ളൊരു ഉത്തരം, കഴിഞ്ഞ കൊല്ലം നമ്മൾ LODP സ്റ്റാർട്ട് ചെയ്തു. ഈ കൊല്ലം നമ്മളത് വിപുലീകരിച്ചു. നമുക്ക് ഈ പറഞ്ഞ സ്കീം ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ സർവേ നടത്തി വെട്ടിമാറ്റേണ്ട തെങ്ങുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ തന്നെ മുറിച്ച് മാറ്റണം. അത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ആ റിജുവനേഷൻ സ്കീമും കൂടി ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൃഷി വകുപ്പ് വഴിയാണ്. പക്ഷെ നമ്മളും അത് ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഹലോ സാറേ, ഞാൻ ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയാൽ മാത്രം ഇതിനകത്ത് പരാതിയും പരിഭവമായി പാതി വഴിയിലൊന്നും നമ്മളെ വലിച്ചെടുക്കാതിരിക്കുക. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കൂടെ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും എല്ലാ പ്രോഗ്രാമിനും പ്രശ്നമാകും. അപ്പം അതുകൊണ്ട് കൃത്യമായ ബെനിഫിഷ്യറികളെ കണ്ടെത്തി സർവേ കൃത്യമായി ചെയ്തു തരിക. കഴിഞ്ഞ പ്രാവശ്യം LODP പദ്ധതിയിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കിട്ടിയതാണ്. രണ്ടാം ഘട്ടത്തിൽ അന്ന് കിട്ടിയപ്പോൾ യൂറിയ കിട്ടിയിട്ടില്ല, വന്നില്ല. NPK വരണമെങ്കിൽ നമ്മളെ പ്രാവശ്യം അത് കിട്ടുമോ? ഇത് ഞാൻ പറയാം. രണ്ടാം വർഷം അർഹമായ വളപ്രയോഗത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആക്ഷൻ പ്ലാൻ ആക്കി തരുന്നുണ്ട്. അത് കിട്ടും. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഇത് എല്ലാം യൂറിയ, ഫോസ്ഫേറ്റ്, രാസവളങ്ങളുടെ അതിപ്രസരം നമ്മൾ എല്ലാത്തിനും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മിക്കയിടങ്ങളിലും ഈ യൂറിയൊക്കെ കൊടുക്കുമ്പോൾ കർഷകർ തന്നെ തെങ്ങിനിടാതെ അവർക്ക് നെൽകൃഷി കൊണ്ടിടുക. യൂറിയക്കാണ് ഇത് കൂടുതൽ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഞങ്ങൾ തരുന്ന ഈ ഒരു സാധനം ഇത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം, അതായത് പൊട്ടാഷൊക്കെ 1 കിലോയ്ക്ക് 35 രൂപ 36 രൂപയാണ്. ഞങ്ങളിത് അനുവദിക്കുന്ന സാധനം തെങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അയാൾ വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പം നമ്മൾ കേരളത്തിലെ കർഷകർ മറിച്ച് വിൽക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ക്ലസ്റ്ററുകളിൽ തന്നെ നമ്മൾ എന്തിനാണോ തന്നത് അതിന് ഉപയോഗപ്പെടുത്തുക. നമ്മൾ എല്ലാ വർഷവും യൂറിയ കിട്ടും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചിലപ്പം ജൈവവളമായിരിക്കാം. നിങ്ങളവിടുത്തെ മീറ്റിങ്ങിൽ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ ആയിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. എൻ്റെ പേരിലുള്ള ഭൂമി എൻ്റെ മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അവർക്ക് തുടരുന്നതിന് കുഴപ്പമില്ലല്ലോ. അപേക്ഷകൻ മക്കളായി അതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ പ്രശ്നമില്ല, കണ്ടിന്യൂ. രണ്ടാം വർഷമല്ലേ, പ്രശ്നമില്ല. പുതിയ